Virginia Woolfന്റെ How Should One Read a Book എന്ന എസ്സേയുടെ explanation ആണ്. In Virginia Woolf's opinion, the only advice that one can give another about reading is to take no advice, but to follow one's own instincts, his own reasons, and come to one's own conclusion. അതായത് സ്വന്തം വായിക്കുക, എന്നിട്ട് സ്വന്തം അതിൽ നിന്ന് കാരണങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് സ്വന്തം കൺക്ലൂഷൻസും കണ്ടുപിടിക്കുക. അല്ലാണ്ട് വേറെ ആരെയും അഭിപ്രായം എടുത്തിട്ട് ഒരു കാര്യം. Take no advice, follow one's own instinct, reason out and come to one's own conclusion. പിന്നെ the reader requires supreme independence. Reader ആയിരിക്കണം എല്ലാത്തിനെയും ജഡ്ജ്. They should not be influenced from outside. പുറത്തുനിന്ന് ആരുടെയും ഇത് സഹായം ഒന്നും വേണ്ട. This will only mutilate the meaningful reading. And regarding reading, no laws can be laid down about books. മറ്റേ വേറെ റൂൾ ഒന്നും പറ്റില്ല, നിങ്ങൾ സ്വന്തം തന്നെ വായിക്കുക എന്നതാണ് വെർജീനിയ വൂൾഫിന്റെ. സോ റീഡേഴ്സ് ബീങ് ദ ജഡ്ജസ് ഓഫ് എ റൈറ്റർ. അപ്പോൾ വായിക്കുന്ന സമയത്ത് റീഡേഴ്സ് മസ്റ്റ് ബി ഫ്രീ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രെജുഡിസസ്. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ജഡ്ജ്മെന്റൽ ആവാൻ പാടില്ല. ദ റീഡേഴ്സ് ഷുഡ് നോട്ട് ഡിക്റ്റേറ്റ് ദി ഓതർ. ഓതേഴ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ദേ ഷുഡ് ഐഡന്റിഫൈ ദംസെൽസ് വിത്ത് ദ റൈറ്റർ. അപ്പോൾ എഴുത്തുകാരനായിട്ട് ഈ റീഡർ വായിക്കുമ്പോൾ ഞാനും ആ എഴുത്തുകാരനാണ് എന്നുള്ള മട്ടിലാണ് റീഡേഴ്സ് അത് വായിക്കേണ്ടത്. റീഡർ മസ്റ്റ് ബിക്കം എ റൈറ്റർ, മസ്റ്റ് ബിക്കം എ റൈറ്റേഴ്സ് ഫെലോ വർക്കർ ആൻഡ് അക്കംപ്ലിസ്. അപ്പോൾ അയാളുടെ കൂടെ ഉണ്ടാവണം, അയാളുടെ ഫ്രണ്ടിന്റെ പോലെ, എന്റെ ഫ്രണ്ടാണ് ഇത് എഴുതുന്നുള്ള മട്ടില് ആണ് ആ പുസ്തകം വായിക്കേണ്ടത്. ആൻഡ് ഇഫ് ദ റീഡർ ഡൗട്ട്സ് ദ ടാലന്റ് ഓഫ് എ റൈറ്റർ, criticizes at the beginning itself, he would not get the maximum benefits out of his reading. ഒരു പുസ്തകം എടുത്തിട്ട് അത് ആദ്യമേ തന്നെ അതിനെപ്പറ്റി കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ അതിൽ വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല ആ പുസ്തകം വായിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം എൻ്റെ ഫ്രണ്ടാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവനാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് ആ ഒരു പുസ്തകം വായിച്ച് അപ്രോച്ച് ചെയ്യേണ്ടത്. When a reader approaches a work with an open mind, he can enjoy the book better. അങ്ങനെയാണെങ്കിൽ ഒരു തുറന്ന മനസ്സോടുകൂടെ ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ആ പുസ്തകം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. If the reader is steeped in a book, soon he will understand that the writer is giving him something far more definite. അപ്പോൾ ആ പുസ്തകത്തിൽ നല്ലോണം മുഴുകി കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ റൈറ്റർ, അത് എഴുത്തുകാരൻ എനിക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ എനിക്ക് തരുന്നുണ്ട്. Virginia Woolf reminds that the reading is no longer and more complicated process than seeing. അപ്പോൾ കണ്ണിൽ നിന്ന് കാഴ്ച കാണുന്ന പോലെ തന്നെയാണ് റീഡിങ്. വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ് വായന. പക്ഷെ അത് ആ വായനയിൽ മുഴുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആൻഡ് ഇഫ് ദി റൈറ്ററിനോട് കൂടെ ചേർന്ന് പോവുകയാണെങ്കിൽ then it will not be such a difficult process. And the quickest way to understand a novelist is not to read but to write. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം പ്രയാസം ഉണ്ട് എഴുതാൻ. പരീക്ഷയ്ക്ക് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ആണ് ഏറ്റവും പ്രയാസം. കേൾക്കാനൊക്കെ വളരെ എളുപ്പമാണ്, കാണാനും വളരെ എളുപ്പമാണ്. പക്ഷെ അത് തിരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അത് പേപ്പറിലേക്ക് ആക്കുന്നതാണ് ഏറ്റവും പ്രയാസം. സോ the reader must make own experiments with the dangers and difficulties of words. ഒരു കത്ത് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ലീവ് ലെറ്റർ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം പ്രയാസമാണ്, എവിടെയാണ് ആ വാക്ക് വെക്കുക, ആ വാക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോപ്പർ സ്ഥലത്ത് തന്നെ ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥമേ മാറും. അപ്പോൾ ഒരു നോവലിസ്റ്റ് എഴുതുമ്പോൾ the novelist has a lots of problems, so the reader must be a friend of that particular writer എന്നാണ്. അത് ആദ്യം തന്നെ എടുത്തിട്ട് പുസ്തകത്തെ പറ്റി കുറ്റം പറയരുതെന്നാണ് വെർജീനിയ വൂൾഫ് പറയുന്നത്. പിന്നെ കമ്പാരിസൺ, ഒരു രണ്ട് ബുക്കും തമ്മിൽ നമ്മൾ രണ്ട് സിനിമകൾ നമ്മൾ കമ്പയർ ചെയ്യും. ഈ സിനിമ എങ്ങനെയാണ്, മറ്റേ സിനിമ ഇതിനെക്കാളും നല്ലതാണ്, അതേപോലെ പുസ്തകങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ ഈ കമ്പാരിസൺ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്പാരിസൺ. റീഡിംഗ് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്. വൂൾഫ് സജസ്റ്റ് കമ്പാരിസൺ to assess the value of a book. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്യാം ഏത് പുസ്തകമാണ് നല്ലതെന്ന്. The first process of reading is receiving impressions with the utmost understanding. നല്ലവണ്ണം വായിക്കുക, എന്നിട്ട് നല്ലവണ്ണം അത് മനസ്സിലാക്കുക. This is only half the process of reading. പകുതി കാര്യം കഴിഞ്ഞിട്ടുള്ളൂ.
It will be completed only if we compare a work with that of another. അങ്ങനെ ഇത് തീരുന്നത് എപ്പോഴാണ്? അടുത്ത അയാളുടെ പുസ്തകം വേറെ ഒന്ന് വായിച്ചാൽ മാത്രമേ അറിയുള്ളൂ, ഓ ആ പുസ്തകം ഇതിനെക്കാട്ടും നല്ലതായി എഴുതിയിരിക്കുന്നത്, അത് ഇന്ന കാരണങ്ങളാണ്. At first we pass judgment based on our own impressions, which should be strong and lasting. അപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞ് ആദ്യം നമ്മളൊരു ജഡ്ജ്മെന്റ് പറയും, ഓ ആ പുസ്തകം ഇങ്ങനെയൊക്കെ ആയിരുന്നു, നമുക്ക് ഇത് വേണം ഇങ്ങനെ ചെയ്യാൻ മതിയായിരുന്നു. ഇത് വളരെ എളുപ്പമാണ്, പക്ഷെ it is not very easy to pass judgmental things. ഇപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ കുറെ കാണാം, they are doing a lot of things. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എന്നാൽ നമുക്കും അത് ചെയ്തേക്കാം, ഇറ്റ്സ് വെരി ഈസി. തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവർ നല്ല പ്രയാസപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. So we have to wait for the conflict and the questioning about the book to die down. After a while, the book will return to the top of the mind as a whole differently. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വായിക്കുക, മനസ്സിൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. ആ കാത്തു നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ പുസ്തകത്തിനെ പറ്റി നമുക്ക് വീണ്ടും കുറച്ചും കൂടി കാര്യങ്ങൾ, ഓ അപ്പോൾ അതിങ്ങനെയൊക്കെ ആയിരിക്കും അത് എഴുതിയത്. Then we can compare the book with another as we compare building with building. നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ 2 ബിൽഡിങ്സ് കാണുന്നു. 2 ബിൽഡിങ്ങും 2 ഡിഫറെന്റ് ആർക്കിടെക്ചർ ആയിരിക്കും. രണ്ടും ഇപ്പോൾ 10 നില കെട്ടിടങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടിന്റെ ആർക്കിടെക്ചർ ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഡിഫറെന്റ് ആയിരിക്കും, അതിലത്തെ എൻട്രൻസ് പോകുന്ന എൻട്രൻസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ലോട്ട്സ് ഓഫ് തിങ്സ് ആർ ബി ഡിഫറെന്റ്. അപ്പൊ അതേപോലെ പുസ്തകം അങ്ങനെയാണ്. യു റീഡ് ദ ബുക്ക്, അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക് ഫസ്റ്റ് ആൻഡ് ദെൻ കീപ് ഇറ്റ് അസൈഡ്. അടുത്ത പുസ്തകം എടുക്കുക, അത് വായിക്കുക, then you will start understanding, oh adile idile now that there is a change in our attitude. We are no longer the friends of the writer but his judges. We should not be too sympathetic like friends or too severe like judges. appo angane aagumbo adodukude pinne nammal aa pusthakangale korchum koodi എന്താ പറയണ്ടേ, നമ്മൾ കുറച്ചും കൂടി ജഡ്ജ്മെന്റൽ ആയിട്ടാണ് നോക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ആ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ റൈറ്ററിന്റെ ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ആ പുസ്തകത്തിനെ പറ്റി നമ്മൾ മെല്ലെ മെല്ലെ കമന്റ് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ബുക്കിനെ പറ്റി നമ്മൾ മെല്ലെ മെല്ലെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. കാരണം അപ്പോഴത്തേക്കും നമുക്കും അതിനെ പറ്റിയുള്ള ജ്ഞാനം ഉണ്ടാവും, ടു make comparisons or to tell about more things about this. At this stage we have to compare each book with the greatest of its kind. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഓട്ട മത്സരമാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ ഓടി, 100 മീറ്റർ ഓടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കമ്പയർ ചെയ്യും ആരാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് 100 മീറ്റർ ഓടിയത്. അപ്പോൾ നമ്മളുടെ സ്പീഡ് എത്രയാണ്? അപ്പോൾ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇപ്പോൾ 9.95 സെക്കൻഡ്സിലാണ് ഓടിയെങ്കിൽ എൻ്റെ ഓട്ടം എത്രയാണ്? അപ്പോൾ എൻ്റെ 12 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ആ 3 സെക്കൻഡ് ഞാൻ എങ്ങനെ ബെറ്റർ ചെയ്യാം? അങ്ങനെ then I start to make comparisons and then thus I become more and more important on how I'll be able to read the book. The novel should be compared with Robinson Crusoe, അല്ലെങ്കിൽ Emma, അല്ലെങ്കിൽ Return of the Native, and poetry ആണെന്നുണ്ടെങ്കിൽ King Lear, അല്ലെങ്കിൽ Hippolyte or the Prelude to Canterbury Tales. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് the book becomes very important. And according to കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ അതിൽ പറഞ്ഞേക്കാം. To read a novel is a very difficult and complex art. Why? To read a novel is a difficult and complex art because the reader must have the capability of perception and imagination to enjoy what the novelist has to say. ഒരു നോവൽ വായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതേ സമയത്ത് റീഡർ മസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് കേപ്പബിലിറ്റി ഓഫ് പെർസെപ്ഷൻ, അത് ആലോചിക്കാൻ പറ്റിയ വേണം. അതേപോലെ ഇമാജിനേഷൻ ടു എൻജോയ് ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. കാരണം ഇപ്പോഴത്തെ വീഡിയോ പോലെ സീൻസ് കാണുന്നില്ല. Only we are reading and then we have to imagine those in our minds. Pinne which are the questions that press upon us when we read lives and letters, lives of people അല്ലെങ്കിൽ letters of people വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ what are the questions that we come across us? The first question is whether we should read them at all because they are not art. The next question is whether we have to read them in a different way with a different aim. ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുക, ഇത് വായിക്കണോ വേണ്ടിയോ? ഇനി വായിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാണ് നമ്മളത് വായിക്കേണ്ടത്? reading the lives of people എന്ന് പറഞ്ഞാൽ ബയോഗ്രഫീസ്,
അല്ലെങ്കിൽ letters, those who write letters. You have Nelson Mandela writing from the jail. You have Prime Minister Nehru writing to his granddaughter Indira Gandhi. Those are all letters which have now become very famous. Second സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവാം ഇത് letters from ഗാന്ധി ഹിറ്റ്ലർക്ക് എഴുതുന്ന കത്ത്, letter to Adolf Hitler എന്ന് പറയുന്നത്. ഇമാജിനറി ലെറ്റർ ആണോ എന്ന് അറിയുന്നില്ല, പക്ഷെ those are letters. അപ്പൊ അത് വായിക്കണോ വേണ്ടോ എന്നുള്ളത് it is our. How does Virginia Woolf differentiate the effects of reading poetry and fiction? Poetry, fiction. ഇതിന്റെ ഡിഫറൻസ് എന്താണ്? The impact of poetry is so hard and direct that it drives out all other sensations for a moment. But the illusion of fiction is gradual and its effects are prepared. അപ്പോൾ അത് പോയട്രി ആണെന്നുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഭയങ്കരമായിട്ടൊരു വ്യത്യാസം തോന്നും. ഫിക്ഷൻ ആണെങ്കിൽ അല്ല, അത് മെല്ലെ മെല്ലെ ഇറ്റ്സ് ഗ്രാജുവൽ ആൻഡ് ദി ഇഫക്ട്സ് ആർ പ്രിപ്പയർഡ്. മെല്ലെ മെല്ലെ ആ സീനുകൾ വരുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാവും ഏകദേശം അടുത്ത സീൻ എന്താണ്. പക്ഷെ പോയട്രി വായിക്കുമ്പോൾ അങ്ങനെയല്ല, ഇറ്റ് ഇസ് സോ ഹാർഡ് ആൻഡ് ഡയറക്റ്റ്. പെട്ടെന്നാണ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെത്തുക. സോ all our sensations change suddenly. അപ്പോൾ വേർഡ്സ്വർത്തിന്റെ ഒരു പോയം, the solitary reaper, അതിൽ beyond her single in the field yon solitary highland lass. Immediately behold her single in the field. നോക്കൂ ഒറ്റയ്ക്ക് അവിടെ reaping and sowing to herself. She's just cutting the grass. നോക്കൂ she's yon solitary highland lass. ഒറ്റയ്ക്ക് പെൺകുട്ടി അവിടെ വർക്ക് ചെയ്യുന്നു. So immediately you are transported. Your mind becomes like your mind is transported into the field. അവിടെ പാടത്ത് പോയിട്ട്, കേരളത്തിലാണെങ്കിൽ പാടത്ത് പോയി there you find a lady reaping and singing to herself, സ്വന്തം പാട്ട് പാടുക. So the effect is sudden and it is direct upon our minds. Whereas fiction ആണെങ്കിൽ, നോവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ it is gradual and its effects are prepared. And what is the role of criticism in improving the quality of an author's work? Answer: when the author realizes that there is another kind of criticism beyond the professional critics, like the opinion of people reading for the love of reading, slowly and unprofessionally, with a great sympathy and severity, it will improve the quality of the author's work. അപ്പോൾ രണ്ട് തരം ക്രിറ്റിസിസം ഉണ്ടാവും. പ്രൊഫഷണൽ ക്രിറ്റിസിസവും പിന്നെ അതേപോലെ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പുതിയ കാലത്ത് തന്നെ നമ്മൾ ബേസിക്കലി ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ യു ഗോട്ട് വാട്ട് യു കോൾ കമന്റ്സ്. ഈ കമന്റ്സ് വെച്ചിട്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ ഗിവ് us ഒപ്പീനിയൻസ് ആൻഡ് ഐഡിയാസ് ആൻഡ് ദേ ക്രിട്ടിസൈസ് ഓൾസോ. അപ്പോൾ അതേ സമയത്ത് യു ഹാവ് പ്രൊഫഷണൽ പീപ്പിൾ ലൈക്ക് ന്യൂസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ as soon as a novel comes out അതിലെ എക്സ്പേർട്സ് അത് വായിക്കും, എന്നിട്ട് they will give comments on their own. അതേ സമയത്ത് there will be other people who will gradually pass comments. അപ്പോൾ so one type of criticism is the professional critics and the other is those people who, the opinion of the people. So there are two types of critics. One is the professional critics and the other one is the opinion of the people, and both together you must take so that you will enjoy the the quality of the author will definitely improve. And there's a question can come: what is a memoir? MEMOIR. Memoir is an autobiography or a written account of one's memory of certain events or people. Memoir is an autobiography or a written account of one's memory in certain events or people. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത്. വേണമെങ്കിൽ one more question I can give you. How should our approach to biographies be different from other genres? Biography എന്താണ്? Biography will show us how great men doing their daily affairs, അവര് വലിയ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവര് പ്രയാസപ്പെട്ടിട്ടുള്ള ജീവിതം, അവർ സക്സീഡ്